പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്താണ് ബെൽ ബട്ടനും കൂടെ നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാനൊരു കഥ പറയാൻ പോവാണ്. കഥയുടെ പേര് ഒരു കോഴിയും കുറുക്കനുമാണ്. അപ്പം ആ കോഴിയുടെയും കുറുക്കൻ്റെയും കഥയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഒരു കാട്ടിൽ ഒരു കോഴി ഉണ്ടായിരുന്നു കേട്ടോ. ആ കോഴിയുടെ പേര് ചക്കരക്കോഴി എന്നായിരുന്നു. അവളുടെ പേര് പോലെ തന്നെ അവൾ ഭയങ്കര സുന്ദരിയായിരുന്നു കേട്ടോ. പിന്നെ കാട്ടിലുള്ള മൃഗങ്ങളോടൊക്കെ അവൾ നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുക. ഒരു ദിവസം നമ്മുടെ ചക്കരക്കോഴിക്ക് കുറച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടോ. അപ്പം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡാണ് ഈ ചക്കരക്കോഴി അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. കുട്ടികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ചക്കരക്കോഴി അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാട്ടിലാകെ പാട്ടായി ചക്കരക്കോഴിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പം ഓരോരുത്തരായിട്ട് ചക്കരക്കോഴിയുടെ കുഞ്ഞുങ്ങളെ കാണാൻ വന്നു. അപ്പം അവരൊക്കെ ക്ഷണിച്ച് വീട്ടിൽ കയറ്റി സൽക്കരിച്ച് വിടും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പുക്കുറുക്കൻ അത് അറിഞ്ഞു ഗൈസ്. അപ്പുക്കുറുക്കൻ എന്ന് പറഞ്ഞാൽ ഒരു വില്ലൻ കുറുക്കനാണ്. അവൻ കാട്ടിലുള്ള എല്ലാ ജീവികളെയും കൊന്നു തിന്നും ഗൈസ്. അപ്പം അപ്പുക്കുറുക്കൻ പറഞ്ഞു, കുറേ നാളായി ഞാൻ അവളെ നോക്കി വെച്ചിട്ട്. ഇന്ന് അവളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഞാൻ അവളെ പൊരിച്ചെടുത്തിരുന്നു. അപ്പം അത് പറഞ്ഞ് അവൻ സൂത്രത്തിൽ അവളുടെ വീട്ടിലേക്ക് കയറാൻ നോക്കി. ഉച്ച സമയത്ത് അവൾ കിടന്നുറങ്ങുന്ന നേരത്ത് അവൻ വന്നു. എന്നിട്ട് സൗണ്ട് മാറ്റി, എടിയേ ഒന്ന് തുറക്കടി, ഞാൻ കാട്ടിന്ന് പോവാ. അപ്പൊ നിന്നൊന്ന് കാണാതെ വിചാരിച്ചു വന്നതാ. അപ്പൊ പെട്ടെന്ന് മനസ്സിലായി ചക്കരക്കോഴിക്ക് ഇത് കുറുക്കനാണെന്ന്, അപ്പുക്കുറുക്കനാണെന്ന് മനസ്സിലായി. അപ്പം ചക്കരക്കോഴി കുറച്ചു നേരം ആകെ ഭയപ്പെട്ടു. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ സൗണ്ട് കേട്ടിട്ട് ഭയം കൂടി വരികയായിരുന്നു. അപ്പൊ സുന്ദരിക്കോഴി എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ? അപ്പൊ കുറേ നേരം അവിടെ കാവലിരുന്നു കുറുക്കൻ. അപ്പൊ സുന്ദരിക്കോഴി എന്നിട്ടാണ് പറഞ്ഞത്, ആടാ സിംഹരാജൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൂന്നാൾക്കും കൂടി ഇരുന്ന് സംസാരിക്കാം. അപ്പൊ അവൻ പേടിച്ചു പോയി. അപ്പൊ അവൻ വിചാരിച്ചു, അവനോട് സിംഹരാജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം കൊന്നു തിന്നണ കാരണം ഇനി ഈ കാട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ വീണ്ടും വന്ന കാരണം അവനെ കടിച്ച് തിന്നോന്ന് അവന് പേടി. അപ്പൊ ഇവൾ പിന്നെയും പറഞ്ഞത്, സിംഹരാജൻ ജനലിന്റെ അവിടെ നിന്ന് നോക്കിയിട്ട് സിംഹരാജൻ ദൂരേന്ന് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കുറുക്കൻ വാലും പൊക്കി ഓടി ഗൈസ്. ഇതാണ് നമ്മുടെ കഥ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ബൈ ബൈ.